മില്യൺ ലഭിക്കുന്നതിനായി ഈ പെൺകുട്ടി ഒരു കിടപ്പ് രോഗിയെ വിവാഹം കഴിക്കുന്നു. അയാളെ ഒരു കോമാളിയെ പോലെ ആക്കി വെച്ചിട്ട് ആ ചിത്രങ്ങൾ എടുത്ത് രസിക്കുകയും ചെയ്യുന്നു. അവളുടെ കളിയാക്കലുകൾ കാരണം അയാളുടെ ഹൃദയമിടിപ്പ് ഉയർന്നു. ദേഷ്യം കാരണം അയാൾ രക്തം വരെ തുപ്പുന്നു. സമീപത്തുള്ള ഡോക്ടർ പോലും ഞെട്ടിപ്പോകുന്നു. ഇതൊരു മെഡിക്കൽ മിറാക്കിളാണെന്ന് ഡോക്ടർ അവകാശപ്പെട്ടു. കാരണം ആദ്യമായാണ് ഈ പുരുഷൻ ഇത്രയും അധികം വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അവന്റെ അമ്മ വളരെയധികം സന്തോഷപ്പെട്ട് പെൺകുട്ടിക്ക് 10 മില്യൺ ഒരു കാർഡ് സമ്മാനമായി നൽകുന്നു. ഒരു പുരോഹിതൻ യുവാവിന്റെ പ്രതിശ്രുത വധുവിന് മാത്രമേ ഈ അവസ്ഥ മാറ്റിയെടുക്കാൻ സാധിക്കൂ എന്ന് അമ്മയോട് പറയുകയുണ്ടായി. എന്നാൽ യുവാവിന്റെ യഥാർത്ഥ പ്രതിശ്രുത വധു അയാളെ വിവാഹം കഴിക്കാൻ തയ്യാറായിരുന്നില്ല. ഈ പ്രതിശ്രുത വധുവിന് ഒരു ദത്ത സഹോദരി ഉണ്ടായിരുന്നു. അങ്ങനെ ആ പെൺകുട്ടി ആവട്ടെ വിവാഹ വസ്ത്രം ധരിച്ച് അങ്ങോട്ടേക്ക് എത്തുന്നു. ആ യുവാവിന്റെ ആഡംബര എസ്റ്റേറ്റ് കണ്ട് തന്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാനായി ആ പെൺകുട്ടി സഹോദരിക്ക് പകരമായി വധുവായി യുവാവിന്റെ വീട്ടിലേക്ക് പോകുന്നു. യുവാവിന്റെ വീട്ടിലെ സമ്പന്നമായ അന്തരീക്ഷം കണ്ട് അവൾ വളരെയധികം സന്തോഷിക്കുന്നു. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി തന്റെ മകനെ വിവാഹം കഴിക്കാൻ വന്നതിൽ അവന്റെ അമ്മയും വളരെയധികം സന്തോഷിക്കുന്നു. കൂടുതൽ പ്രതിഫലം ലഭിക്കാനായി യുവാവിനവൾ കഥകൾ പറഞ്ഞു കൊടുക്കാൻ ഒരുങ്ങുന്നു. പക്ഷേ അവൾ തെരഞ്ഞെടുത്ത ബുക്ക് ആവട്ടെ പ്രസവശേഷം പന്നികളെ എങ്ങനെ പരിപാലിക്കാം എന്നുള്ളതായിരുന്നു. അവൾ അയാളെ പന്നിയോട് ഉപമിക്കുകയാണെന്ന് കരുതി അയാൾക്ക് വളരെയധികം ദേഷ്യം തോന്നുന്നു. അവന്റെ ഹൃദയമെടുപ്പ് വീണ്ടും വർദ്ധിച്ചപ്പോൾ അവൾ പറഞ്ഞുകൊണ്ടിരുന്ന കഥ അയാളിൽ ആവേശമുണർത്തി എന്ന് അവൾ തെറ്റിദ്ധരിക്കുന്നു. അയാൾക്ക് ദേഷ്യം കൂടി വന്നു. അയാൾ കൈകൾ ചുരുട്ടുന്നു. അയാളുടെ കൈകൾ ചലനശേഷി വീണ്ടെടുത്തുവെന്ന് കണ്ട പെൺകുട്ടി പെട്ടെന്ന് തന്നെ അലറി വിളിക്കുന്നു. അങ്ങനെ അവന്റെ അമ്മയും സഹോദരനും അങ്ങോട്ടേക്ക് കയറി വരുന്നു. തന്റെ മകൻ എത്രയും പെട്ടെന്ന് ബോധം വീണ്ടെടുക്കുമെന്ന് കണ്ട് അവർ അതിയായി സന്തോഷിക്കുന്നു. പെൺകുട്ടി വന്നതിന് ശേഷം യുവാവിന്റെ സ്ഥിതി വളരെയധികം മെച്ചപ്പെട്ടു എന്ന് ഡോക്ടർ പോലും സ്ഥിരീകരിക്കുന്നു. അത് യഥാർത്ഥ സ്നേഹത്തിന്റെ ശക്തിയാണെന്ന് അവന്റെ അമ്മ വിചാരിക്കുന്നു. കുടുംബത്തിന്റെ സ്ത്രീകൾക്ക് പ്രധാനമായി നൽകുന്ന ഒരു വള അവന്റെ അമ്മ അവൾക്ക് സമ്മാനമായി നൽകുന്നു. അവന്റെ അമ്മ പോയതിനു ശേഷം പെൺകുട്ടി നിശബ്ദമായി അവന്റെ മുറിയിലേക്ക് കടക്കുന്നു. പുറത്ത് നല്ല മഴയും കൊടുങ്കാറ്റും ഇടിയും ഉണ്ടായിരുന്നു. പേടി കാരണം അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഒരു കളിപ്പാട്ടവുമായി അവൾ അവന്റെ അടുത്ത് ചുരുണ്ടുകൂടുന്നു. അയാൾക്ക് അവൾ അടുത്ത് കിടക്കുന്നത് തീരെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ എതിർക്കാൻ ശക്തിയില്ല. ഇന്ന് രാവിലെ പെൺകുട്ടി പ്രഭാത ഭക്ഷണത്തിനായി ഡൈനിങ് ടേബിളിനടുത്ത് എത്തിയപ്പോൾ അവന്റെ അമ്മ അവൾക്ക് വലിയൊരു സർപ്രൈസ് ഒരുക്കിയിരുന്നു. മകനെ നന്നായി പരിചരിച്ചാൽ അവൾക്ക് 10 വില്ല അവർ സമ്മാനമായി നൽകുന്നു. സമയം അവളെ ദത്തെടുത്ത മാതാപിതാക്കളും സഹോദരിയും അങ്ങോട്ടേക്ക് വരുന്നു. സഹോദരിക്ക് പകരമാണ് അവൾ അയാളെ വിവാഹം കഴിച്ചേ എന്ന് പറയുന്നു. പെൺകുട്ടി ഉടനടി തന്നെ അവന്റെ അമ്മയെടുത്ത് അത് സമ്മതിക്കുന്നു. യുവാവ് തളർന്നു കിടക്കുന്നതുകൊണ്ട് തന്നെ സഹോദരിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് താൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നു. അവരുടെ സ്വഭാവ രീതികൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയ അമ്മയാവട്ടെ അവരോട് വീടിന് വെളിയിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. ഈ സമയത്ത് യുവാവ് കൂടുതൽ രക്തം ഛർദ്ദിച്ചതായി ഒരു വേലക്കാരി അങ്ങോട്ടേക്ക് വന്ന് പറയുന്നു. വേലക്കാരിയുടെ വസ്ത്രത്തിലെ രക്തം കണ്ട് അവർ ബോധരഹിതയാവുന്നു. പെൺകുട്ടി വേണ്ട വിധം ആ യുവാവിനെ പരിചരിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അവളുടെ വളർത്തമ്മ കുറ്റപ്പെടുത്തുന്നു. അയാളുടെ സഹോദരൻ അവർ പറഞ്ഞതൊക്കെ ശരിവെച്ച് പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് നൽകാൻ പറയുന്നു. പെൺകുട്ടി ഒപ്പിടാൻ നേരത്ത് തന്നെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തളർന്നു കിടന്ന യുവാവ് എഴുന്നേറ്റ് വന്നു. പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് തന്റെ ഭാര്യ കാരണമാണ് താൻ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നേ എന്ന് പറയുന്നു.